ഹലോ ഗായ്സ്, ഇത് കണ്ടോ? ഞണ്ട് കുട്ടന്മാരാണ്. നമുക്കിന്ന് കടലിൽ പോയിട്ട് ചൂണ്ടയിട്ട് കിട്ടിയാണ്. അപ്പം നിങ്ങളവർക്ക് ചൂണ്ടയിട്ട് എങ്ങനെയായിരിക്കും ഞണ്ടിനെ പിടിക്കണേന്ന് നമുക്ക് വീഡിയോ കാണാമല്ലോ. ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ കുട്ടൻസ് ഞാൻ പറഞ്ഞുതരാവേ. ഇത് ചെത്തിക്കടപ്പുറാണ്. അപ്പം നമ്മൾ ഇന്നൊരു ഓഫ് കിട്ടിയപ്പോഴത്തേനും രണ്ടാളുകൂടി ഇറങ്ങിയതാണ്. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ട്, അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ കുറച്ച് മഴക്കാരൊക്കെ ആയിട്ട് നിൽക്കുവാണേ. അപ്പം ഇവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂണ്ടയിൽ കണ്ടോ, ഫസ്റ്റ് നമുക്ക് ഞണ്ടടിച്ചിട്ടുണ്ട്. അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇത് കണ്ടോ, അതെ ചൂണ്ടയുടെ അറ്റത്ത് നമ്മൾ വല കെട്ടിയിട്ട് അതിന് നമ്മൾ കോഴിയുടെ കുടലും കുറച്ച് ഉണക്കമീനൊക്കെ കൂട്ടി കെട്ടിയിട്ട് കടലിട്ട് കൊടുക്കും. കടലിട്ട് കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ അവന്മാർ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഞണ്ടൂട്ടന്മാർ കയറിയിരിക്കുമ്പം നമ്മളൊരു 5-10 മിനിറ്റ്സ് കൊണ്ട് ഇത് കരക്കി വലിച്ചെടുക്കും. അപ്പം അവർ ഈ ഞണ്ടിൻ്റെ കാല് ഇതിൽ മിക്സായിട്ട് അവന്മാർ നമ്മുടെ കൂടെ കരയ്ക്ക് പോകും. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതേ നമുക്ക് വീണ്ടും ഞണ്ടടിച്ചിട്ടുണ്ട്. അവന്മാർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാവല ഞണ്ടാണ്, എന്നാലും കുറച്ച് അറ്റാക്കിങ് പരിപാടിയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കാലൊടിച്ച് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കിട്ട് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്കിട്ട് എനിക്കൊരെണ്ണം കിട്ടിയിരുന്നു. അത് ഒരു മടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അത് ഇപ്പം തന്നെ നമ്മൾ ഇതാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. കാല് നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ട് ഇതാക്കും. അങ്ങനെ നമ്മൾ ഇതിനെല്ലാം കൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ അവന്മാർ ചാടിപ്പോവും. കാരണം അതിൻ്റെ മെയിൻ കാലം മാത്രമേ നമ്മൾ ഓടിക്കുന്നുള്ളൂ. ബാക്കി ഉള്ളതുകൊണ്ട് അവന്മാർക്ക് നടന്നു പോകാൻ സുഖമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത് മൂടി വെച്ചില്ലെങ്കിൽ അവന്മാർ ചാടിപ്പോവും. അപ്പം ഞാനും കെട്ടിയവനും ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ദേ മഴയൊക്കെ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ഇതേ കടൽ കുറച്ചുകൂടി തിരയൊക്കെ അടിച്ച് അലമ്പായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോഴത്തേനും എല്ലാവരും ഈ 100 രൂപയുടെ റെയിൻകോട്ട് ഇട്ടിട്ട് പല കളറിൽ നിൽക്കണതാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഞാനിവരുടെ കൂടെ കയറിയിരുന്ന് ഞാനും ഇവരുടെ കൂടെ കമ്പനിയൊക്കെ കൊടുക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു നൈസ് ഈവനിങ് ആയിരുന്നത്. പിന്നെ നമ്മുടെ സമയം പോകണ അറിയില്ല. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള പരിപാടി, നമ്മുടെ കൂട്ടുകാരനൊരു ഫിഷ് അടിച്ചിട്ടുണ്ട്. അപ്പം ആൾക്ക് വീഡിയോയിൽ വരാനൊക്കെ കുറച്ച് ചമ്മലൊക്കെയാണ്. എന്നാൽ ഈ പോലീസുകാരൊക്കെ പൊതുവേ നാടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർക്ക് വീഡിയോസിലായിരിക്കും കേട്ടോ, അല്ലാത്തതിൽ കുഴപ്പമില്ല. അവർ നല്ല സ്ട്രോങ് പേഴ്സൺസാണ്. കണ്ടതേ ഒളിച്ചിരിക്കുന്നുണ്ട്. അവനോട് പുറത്ത് വരാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ ഒളിച്ചിരിക്കുകയാണ്. ദേ അങ്ങോട്ട് നോക്കി എല്ലാ കളറും ബിബ്ജിയോർ പോലെ എല്ലാ കളർ കോട്ടും ഉണ്ട്. എവിടെ നോക്കിയാലും കിട്ടും, വെറൈറ്റി അല്ലേ. അപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങുവാണ്. നമ്മൾ കണ്ടിന്യൂ ഒരു 3-4 മണിക്കൂർ നമ്മൾ ഇട്ടിട്ടാണ് ഞാൻ ഇത്രയും കാണിച്ച് നമുക്ക് കിട്ടിയ കേട്ടോ. ചിലതിൽ 2 കിട്ടും, ചിലതിൽ 3 കിട്ടും, ചിലതിൽ 1 കിട്ടൂല, ചിലതിൽ 1 ഉറക്കും. പിന്നെ ഈ കല്ല് പാകിയേക്കുന്ന കൊണ്ട് ചിലപ്പോൾ നമ്മൾ കര വരെ വലിച്ചെടുക്കുമ്പോഴത്തേനും അവന്മാർ തിരിച്ച് കല്ലിലടിച്ചിട്ട് അവന്മാർ രക്ഷപ്പെടും.